ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SSC GD 2021 റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും SSC GD റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുകളിലെ കാർട്ടിലും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSC GD റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 31/8/2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നോക്കാം. SSCയുടെ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർ ആ ഒരു അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അക്കൗണ്ട് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് SSCയുടെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം അക്കൗണ്ട് വഴി എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വലത്തെ സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും നിർബന്ധമായിട്ട് വരുന്നില്ല. ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരുന്നാൽ മതി. ആധാർ കാർഡ് ഉള്ളവർക്കും ഈ ഒരു സെക്ഷൻ ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ID ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ID നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ID നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് നിങ്ങളുടെ നെയിം അടക്കുന്നത്, അപ്പോൾ അത്തരത്തിൽ തന്നെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യേണ്ടതാണ്. തൊട്ട് താഴെ തന്നെ നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നെയിം ഒന്നും കൂടി തൊട്ട് താഴെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഹാവ് യു എവർ ചേഞ്ച്ഡ് നെയിം എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളവർ തൊട്ട് താഴെ പുതിയ നെയിം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അപ്പോൾ അത്തരത്തിൽ തന്നെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം വെരിഫൈ ചെയ്യാനുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത്തരത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തൊട്ട് താഴെ വെരിഫൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദേഴ്സ് നെയിം ഒന്നും കൂടി വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണോ ആ ഒരു ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ബോർഡ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ്റെ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റോൾ നമ്പർ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്.
അതിനുശേഷം താഴെ ചോദിച്ചിരിക്കുന്ന ഇയർ ഓഫ് പാസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് പഠിച്ച് പാസ്സായിട്ടുള്ള ആ ഒരു വർഷം സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ ഇയർ ഓഫ് പാസിംഗ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് മെയിൽ ക്ലിക്ക് ചെയ്യുക, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും വെരിഫൈ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, അതായത് നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നാണ്, അതായത് മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ഗ്രാജുവേഷന്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്, അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അവിടെ നൽകുക. തൊട്ട് താഴെ ആ ഒരു ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അതായത് വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിനെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ആണ്, അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ വരുന്നത് ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ചെയ്ത ശേഷം നിങ്ങളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്, കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി സേവ് ആയ ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് പാസ്വേഡും യൂസർ നെയിമും ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും കണ്ടെത്തുക. അതിനുശേഷം SSCയുടെ മെയിൻ പേജിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ വരുന്നതാണ്, അതുപോലെ തന്നെ യൂസർ നെയിം വരുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഓൾഡ് പാസ്വേഡാണ്, അതായത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡാണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ ന്യൂ പാസ്വേഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പുതുതായിട്ട്, അതായത് നിങ്ങളുടെ SSC അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെയും കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്നിട്ട്, അപ്പം പ്ലീസ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും SSCയുടെ വെബ്സൈറ്റിൽ പോകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡും ക്യാപ്ച കോഡും അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു കാറ്റഗറി വെരിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ സെലക്ട് ചെയ്ത കാറ്റഗറി തന്നെ തൊട്ട് താഴെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, അതായത് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ പിൻകോഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഈസ് പ്രസൻറ്റ് അഡ്രസ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ്, അതായത് നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത പെർമനൻറ്റ് അഡ്രസ്സിലാണോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഐ എഗ്രി എന്നൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ OTP ആണ്. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ID-യിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID-യിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇനി മുതൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ആ ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് ഇനി മുതൽ നിങ്ങളുടെ യൂസർ നെയിമായിട്ട് വരുന്ന പാസ്വേഡ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത SSC GD അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് NIA SSF ആൻഡ് റൈഫിൾമാൻ ഇൻ ആസം റൈഫിൾസ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ബോക്സിന് തൊട്ട് താഴെയായിട്ട് അപ്ലൈ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത് 14ാമത്തെ ഓപ്ഷൻ മുതലാണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. 14.1 സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. നോ എന്ന് കൊടുക്കുന്നവർ ആ ഒരു കാര്യങ്ങളൊന്നും ഫിൽ ചെയ്യേണ്ടതില്ല. അതിനുശേഷം താഴെയായിട്ട് 15ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏജ് റിലാക്സേഷൻ വേണമെന്നാണ്. വേണമെന്നുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ റിലാക്സേഷൻ കോഡും എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 16ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ NCCയുടെ ഏത് സർട്ടിഫിക്കറ്റാണ് എന്നത് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ NCC A, B, C ഒക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ NCC സർട്ടിഫിക്കറ്റ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ തൊട്ട് താഴെയും കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം 17ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാം സെൻറ്ററാണ്. നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാം സെൻറ്റർ കേരളത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത 18ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു സ്റ്റേറ്റ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു സ്റ്റേറ്റിനെ തൊട്ട് താഴെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ ആ ഒരു ഡിസ്ട്രിക്റ്റ് കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുകളിൽ സെലക്ട് ചെയ്ത ആ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെ തൊട്ട് താഴെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷനും ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 21ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നെക്സൽ അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റ് ആണോ, അതായത് നിങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ് നെക്സൽ ഏരിയ ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. കേരളത്തിലെ നെക്സൽ അഫക്റ്റഡ് ഏരിയ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 3 ഡിസ്ട്രിക്റ്റുകളാണ് വരുന്നത്. മലപ്പുറം, പാലക്കാട്, വയനാട് തുടങ്ങിയൊരു 3 ഡിസ്ട്രിക്റ്റുകളാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 3 ഡിസ്ട്രിക്റ്റ് ഉള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യെസ് എന്ന് കൊടുക്കുക. ബാക്കിയുള്ളവർ അവിടെ നോ എന്ന് കൊടുക്കുക. ഇനി അടുത്ത 22ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ബോർഡർ ഡിസ്ട്രിക്റ്റ് ആണോ എന്നാണ്. അതായത് നിങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ് ബോർഡർ ഡിസ്ട്രിക്റ്റ് ആണോ എന്നാണ്. കേരളത്തിലുള്ള ഒരു ഡിസ്ട്രിക്റ്റും ബോർഡർ ഏരിയ ആയിട്ട് വരുന്നില്ല. അപ്പോൾ കേരളത്തിൽ നിന്നും അപേക്ഷിക്കുന്നവർ അവിടെ നോ എന്ന് കൊടുക്കുക. അടുത്ത 23ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രിഫറൻസ് ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 6 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് എങ്ങനെയാണ് നൽകുന്നത് നോക്കുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ തൊട്ട് താഴെ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ ഫോഴ്സിലേക്കും ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന ഫോഴ്സ് ഏതാണോ ആ ഒരു ഫോഴ്സിൻ്റെ ലെറ്റർ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷിക്കുന്ന ഏറ്റവും പ്രയോറിറ്റി മുകളിൽ വെക്കേണ്ട പോസ്റ്റ് ഏതാണോ ആ ഒരു പോസ്റ്റിൻ്റെ ലെറ്റേഴ്സ് ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രയോറിറ്റി അനുസരിച്ച് ലെറ്റേഴ്സ് എൻ്റർ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് 6 പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ കൊടുത്ത ആ ഒരു പ്രിഫറൻസ് തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫൈയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അവിടെ നിങ്ങൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാസ്ഡും ചോദിച്ചിട്ടുണ്ട്, അപ്പിയറിംഗ് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ പാസ്ഡ് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് പാസിംഗ് ഇയർ ആണ്. അപ്പോൾ നിങ്ങളുടെ പാസിംഗ് ഇയർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് വരുന്നതാണ്. അടുത്തതായിട്ട് അവിടെ വരുന്നത് ബോർഡാണ്. നിങ്ങൾ 10ാം ക്ലാസ് ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് റോൾ നമ്പറാണ്. എക്സാമിനേഷൻ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നോ ആ ഒരു പെർസെൻറ്റേജ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ 26ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇത് കൂടാതെ മറ്റെന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഏറ്റവും താഴെയായിട്ട് ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ മോഡൽ ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ നൽകുന്ന ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് 3 മാസത്തിന് മുമ്പുള്ള ഡേറ്റ് നൽകാൻ പാടുള്ളതല്ല. ആ ഒരു ഡേറ്റ് അത്തരത്തിൽ നൽകുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് തൊട്ടടുത്തുള്ള അതായത് 2 ദിവസം മുമ്പുള്ള ഡേറ്റ് നൽകുക. ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ നൽകിയ ശേഷം അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡിങ് സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ സിഗ്നേച്ചറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് 29ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഡേറ്റ് എന്നാണ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോയിൽ നൽകിയിട്ടുള്ള ഡേറ്റ് എന്നാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ നൽകിയിട്ടുള്ള ഡേറ്റ് അവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആണോ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് നിങ്ങൾ കൊടുക്കുക, അതായത് യെസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം അവിടെ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കേണ്ടതാണ്. അവസാനം സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാം വായിച്ച് നോക്കിയ ശേഷം തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു കൺഫർമേഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് പേയ്മെൻ്റ് ആണ്. SSC ST കാൻഡിഡേറ്റ്സ്, വുമൺ കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് അവിടെ ഫീസ് അടയ്ക്കാനായിട്ട് യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നവർ ഓൺലൈൻ വഴി അടയ്ക്കുക, അല്ലാത്തവർ ഓഫ്ലൈൻ വഴി ഫീസ് അടയ്ക്കുക. നിങ്ങളുടെ ആ ഒരു മോഡ് സെലക്ട് ചെയ്ത ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ UPI പേയ്മെൻ്റ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ ഒരു ഫീസ് അടച്ച ശേഷം ഫീസിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡബിൾ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കൊണ്ട് മേ ബി ഇത് 24 മണിക്കൂറത്തേക്ക് ഈ ഒരു പേയ്മെൻറ്റ് നോട്ട് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവർ 24 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു വെരിഫിക്കേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് അടച്ച ശേഷം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് SSC GD 2021 റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.